ഇന്നിങ്ങനെ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴേ 2-3 സദ്യ റീൽസ് കണ്ടു. ട്രിവാൻഡ്രം സദ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെയ്ബോളിയും പാൽപ്പായസവും ഇല്ലാതൊരു സദ്യ ഞങ്ങൾക്കില്ല. അപ്പോൾ തുടങ്ങിയൊരു ആഗ്രഹമാണ് ഇന്ന് തന്നെ നെയ്ബോളിയും പാൽപ്പായസവും കഴിക്കണം എന്നുള്ളത്. നെയ്ബോളിയും പാൽപ്പായസം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ കേരളം മൊത്തം താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. ട്രിവാൻഡ്രംകാർക്ക് ഇതില്ലാതെ സദ്യ പൂർണ്ണമാകില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നെയ്ബോളിയുടെയും പാൽപ്പായസത്തിൻ്റെ അവസാന വാക്കെന്നൊക്കെ പറയാവുന്ന മഹാബോളിയിലേക്കാണ്. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടപ്പോഴേ ഇന്ന് പാൽപ്പായസം കിട്ടുന്നില്ല, ഇന്ന് നെയ്ബോളി കിട്ടുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. നേരെ വന്നിട്ട് നമ്മുടെ പട്ടത്തുള്ള ശ്രീനന്ദാസിൽ പോയപ്പോൾ അവിടുന്ന് തൽക്കാലം തിരക്കില്ലാതെ കിട്ടി. ഇത് 1-ാം തരം നെയ്ബോളി കിട്ടിയിരിക്കുന്നത് കണ്ടോ. നെയ്ബോളിയും ഇത് പാൽപ്പായസവും. ശരിക്കും പാലടയാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. ഇന്ന് പാൽപ്പായസമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കാനുള്ള പരിപാടിയിലാണ്, നിങ്ങളിന്ന് കൊതിപ്പിക്കാനുള്ള പരിപാടിയിലും കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകട്ടോ. ഇത് നമ്മുടെ പാൽപ്പായസം എങ്ങനെ കഴിക്കണം എന്ന് കാണിച്ചു കേട്ടോ. നെയ്ബോളിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഇനി സ്പൂണൊന്നും ഉപയോഗിക്കരുത്, കൈ കൊണ്ട് തന്നെ കഴിക്കണം, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിടിക്കുക ഇങ്ങനെ. പണ്ടൊക്കെ എറണാകുളത്തുള്ള എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ നെയ്ബോളിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചോദിച്ചാൽ അവർ പറയും വേണ്ട ഇവിടെയും കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വായിൽ വെള്ളം നിറഞ്ഞിരിക്കുക കേട്ടോ. അത് കണ്ട ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അടിപൊളി കേട്ടോ. എക്സ്പ്രഷൻ കുറച്ച് കൂടിപ്പോയി തോന്നണ്ട, കാരണം എൻ്റെ ടേസ്റ്റ് ശരിക്കും വരണമെങ്കിൽ ഇത്രയും എക്സ്പ്രഷൻ വേണ്ടി വരും. അത്രയ്ക്ക് അടിപൊളിയാണ് ഞങ്ങളുടെ നെയ്ബോളിയും പായസവും. ഒന്നും കൂടെ കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നെയ്ബോളി ലവേഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ.